അശാസ്ത്രീയ ഗതാഗത നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ പ്രക്ഷോഭത്തിലേക്ക്. ഈ മാസം 25-ന് പ്രതിഷേധ സംഗമം നടത്തുമെന്ന് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ വ്യക്തമാക്കി. നയം തിരുത്തിയില്ല എങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും ബസ് ഉടമകളുടെ മുന്നറിയിപ്പ്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. സമീർ, എന്താണ് ബസ് ഉടമകൾ നിലപാടായി അറിയിക്കുന്നത്? രജിത്ത്, വലിയ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ് സ്വകാര്യ ബസ് ഉടമകൾ. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നത്. അത് മലബാറിലെ 5 ജില്ലകൾ ചേർത്തുകൊണ്ടാണ് ഇത്തരമൊരു സംഗമം സംഘടിപ്പിക്കുന്നത്. ഈ മാസം 25-ന് കോഴിക്കോട് മുതലക്കുളത്താണ് ഈ സംഗമം നടത്തുന്നത്. ഈ പ്രതിഷേധ സംഗമത്തിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ബസ് ഉടമകളാണ് പങ്കെടുക്കുക. ഒപ്പം തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തുന്നത് കോഴിക്കോട് MP MK രാഘവനാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. അതിനുശേഷം സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. അതിനുശേഷം ബസ് സർവീസ് നിർത്തിവെച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള സമരത്തിലേക്ക് പോകും എന്ന കാര്യമാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. അതിനവർ പ്രധാനപ്പെട്ട വിവിധ ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ ദൂരപരിധി നോക്കാതെ ഇപ്പോൾ എങ്ങനെയാണോ ഓടുന്നത് ആ വിധത്തിൽ തന്നെ പുതുക്കി നൽകണം എന്നുള്ളതാണ് ഒരു കാര്യം. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ കൺസെഷൻ, അതിന് കാലോചിതമായിട്ടുള്ള വർധനവ് അനിവാര്യമാണ്. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള കാര്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ നിസ്സാരമായിട്ടുള്ള തെറ്റുകളാണ് സംഭവിക്കുന്നതെങ്കിലും വലിയ തുകയാണ് പിഴ ഈടാക്കുന്നത്. ഇത്തരം നടപടി അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, KSRTCയെ സർക്കാർ സംരക്ഷിക്കുന്നു, എന്നാൽ അതേ വിധത്തിൽ തന്നെ സ്വകാര്യ ബസ് സർവീസുകളെയും സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ഒരു തൊഴിൽ മേഖലയാണത്. മാത്രമല്ല, സർക്കാരിന് വലിയ നികുതിയും ലഭ്യമാകുന്ന സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ ആ വിധത്തിലുള്ള നയമാണ് രൂപീകരിക്കേണ്ടത് എന്ന കാര്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ ബസ് സർവീസിന് ആവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിക്കുന്നു. അതിനനുസരിച്ച് പക്ഷേ അതിൻ്റെ വരവ് കുറയുന്ന ഒരു ഘട്ടമാണുള്ളത്. അതിനനുസരിച്ച് വരുമാനം വർദ്ധിപ്പിക്കണം. അതിനാവശ്യമായിട്ടുള്ള ഒരു റെഗുലേറ്ററി കമ്മീഷൻ നിയോഗിക്കണം എന്നുള്ള ഒരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സ്വകാര്യ ബസ് ഉടമകൾ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത്. റീജിത്ത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.